നമസ്കാരം. എൻ്റെ പേര് സുവർണ എന്നാണ്. ഞങ്ങൾ ഈ വർഷം എന്താ പറയുക, ഒരു പുതിയൊരു തുടക്കത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഗണേശോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഭഗവാനെ വീട്ടിൽ എൻ്റെ മകളാണ് കൈകൊണ്ട് നല്ല ഒരു ചെറിയൊരു ഉണ്ണി ഗണപതിയെ എനിക്ക് ഉണ്ടാക്കി തന്നു. വളരെ സന്തോഷമായി. അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കുറേയൊക്കെ സെർച്ച് ചെയ്ത് എന്താ ഭഗവാനെ, എന്നാലും തെറ്റുകുറ്റങ്ങളൊക്കെ വരാം. അത് ഭഗവാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളങ്ങോട്ട് സമർപ്പിക്കുകയാണെങ്കിൽ ഒക്കെ അതങ്ങോട്ട് മാറ്റിത്തരും. എന്നാലും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി അതുപോലെ ഭഗവാനെ വീട്ടിൽ കൊണ്ടിരുത്തി യഥാവിധി എനിക്ക് പറ്റുന്ന പോലെ, എനിക്കല്ല ഞങ്ങൾക്ക് പറ്റുന്ന പോലെ അതിന് എല്ലാവിധ സപ്പോർട്ടും ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്നായാലും എൻ്റെ മക്കളുടെ ഭാഗത്തുനിന്നായും ഉണ്ടായി. ഞാനും എൻ്റെ മകളും കൂടിയിട്ടാണ് നേദ്യമൊക്കെ സമർപ്പിച്ചത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സർവ്വവിഘ്നങ്ങളും മൂലാധാരമാണല്ലോ ഭഗവാൻ. അപ്പോൾ എല്ലാവിധം ഒന്നും ഭഗവാനെ ഒന്നും ആശിച്ചിട്ടോ ഇപ്പോൾ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അതൊന്നും തീർക്കണം എന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. അങ്ങോട്ട് സമർപ്പിക്കുക. എനിക്കെന്ത് കുറവുകളുണ്ട്, എനിക്കെന്ത് നേട്ടങ്ങളുണ്ടെന്ന് എന്നെക്കാൾ നന്നായിട്ട് അറിയുന്നതാണ് ഭഗവാൻ. അല്ലെങ്കിൽ അത് ഭഗവാനാവില്ലല്ലോ. അപ്പോൾ ഭഗവാനെ കളിമണ്ണിൽ തീർത്ത് യഥാവിധി പൂജിച്ച് ഞങ്ങൾ തന്നെ നേദ്യമൊക്കെ സമർപ്പിച്ച് മനസ്സിൽ വല്ലാത്തൊരു ആനന്ദമാണ്. രാവിലെ എണീറ്റിട്ട് അത് ചെയ്യുമ്പോഴും വിളക്കൊക്കെ കൊളുത്തുമ്പോഴും അതേമാതിരി വൈകിട്ടാണെങ്കിലും തന്നെ ശരിക്കൊരു ഭഗവാന്റെ പിറന്നാളാണല്ലോ ചതുർത്ഥി പറയണത്. അപ്പോൾ ഒരു അമ്മ എന്ന പോലെ എനിക്ക് ഭഗവാനെ പരിചരിക്കാൻ, അതുപോലെ തന്നെ 3-ാം ദിവസം ഇവിടെ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ വന്ന് അത് ഭഗവാനെ നിമഞ്ജനം ചെയ്യാനായിട്ട് ഇവിടെയാണെങ്കിൽ ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു, മഴ ചാറാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഇവിടുത്തെ തിരുമേനിയും അവരെല്ലാവരും ചേർന്നിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് തന്നെ ഭഗവാനെ നിമഞ്ജനം ചെയ്തു. മനസ്സിൽ സന്തോഷമുണ്ട്. ഞാൻ ചെയ്തതിൻ്റെ ഒരു പൂർണ്ണതയാണല്ലോ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതെന്നുള്ളത്. വെറുതെ കൊണ്ട് നമ്മളെ എങ്ങനെയാണ് ഒന്ന് ഒഴുക്കുക എന്നുള്ള ഒരു ഇതിൽ വന്നപ്പോഴും അതിന് ഭഗവാൻ അതിൻ്റെ അർഹിച്ച ആദരവ് തന്നിട്ട് ആ ഒരു ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു വളരെ എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഭഗവാൻ സ്വീകരിച്ചിരിക്കണോ എന്നുള്ള ആ ഒരു ഇതെനിക്ക് തോന്നി. അങ്ങനെ കിട്ടിയപ്പോൾ ഇവിടെ നിന്നുള്ള ആരതിയും ഇതൊക്കെ അങ്ങനെ മകനൊഴുക്കി. അപ്പം നല്ല പ്രകൃതി കനിഞ്ഞനുഗ്രഹിക്കണ മാതിരി നല്ല മഴയും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഭഗവാൻ എന്തായാലും സന്തോഷമായി. അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ ഇതിലും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റണേ, കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഇതിനു വേണ്ടി സഹകരിച്ച എന്താ പറയുക, ഭഗവാനോട് തന്നെ നന്ദി പറയുന്നു ആദ്യം, ഒപ്പം എൻ്റെ കുടുംബാംഗങ്ങളോടും. ഞാൻ ഗണേശോത്സവം എല്ലാ വർഷവും കാണാറൊക്കെയുണ്ട്. പക്ഷേ ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ഐതിഹ്യം, ഇതൊന്നും അറിയില്ലായിരുന്നു. ഈ വർഷം അമ്മ നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മയുടെ സീരിയസ്നെസ് കണ്ടപ്പോഴാണ് എനിക്കും ചെയ്യണം എന്നുള്ളൊരിത് തോന്നിയത്. അങ്ങനെ ക്ലേ വാങ്ങിച്ചു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഇല്ല. പക്ഷേ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചു. ചെയ്ത് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ചില ദിവസമൊക്കെ എക്സാമിൻ്റെ സമയമായതുകൊണ്ട് വൈകി കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ആ ഒരു എനർജിയോടെ എഴുന്നേറ്റ് ഭഗവാന് നിവേദ്യം ഉണ്ടാക്കി സമർപ്പിച്ച് എല്ലാ ദിവസവും ഈ 3 ദിവസവും നന്നായിട്ട് മനസ്സ് നിറയെ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇവിടെ വന്ന് നിമഞ്ജനം ചെയ്യാൻ വന്ന സമയത്തും അതെ, ചെയ്തതിനെല്ലാത്തിനും ഒരു പൂർണ്ണത എന്നോളം ഭയങ്കര മഴയും. പിന്നെ ഇവിടുത്തെ എല്ലാവരും തന്നെ ഒരുപാട് സഹകരിച്ച് ഭഗവാനെ നിമഞ്ജനം ചെയ്യാൻ സാധിച്ചു. ചുരുക്കി പറഞ്ഞാൽ മനസ്സ് നിറയുന്ന രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതെനിക്ക് എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിലെ അവർക്ക് ഇങ്ങനൊരു ആഗ്രഹം ഒരു മനസ്സിൽ തോന്നിയ സമയത്ത് അതിന് എല്ലാവരും സഹകരണം ചെയ്തു കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് എല്ലാവരത്തും നമ്മളൊരു ഈ ഒരു സമൂഹത്തിലുള്ള എല്ലാവരത്തും എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗണേശോത്സവം, അത് വിനായക ചതുർത്ഥി, ഇതുപോലത്തെ ഓരോരോ കാര്യങ്ങളിലും അതിൻ്റേതായ ഒരു സത്യം, ഒരു പൊരുൾ, ഇത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിജ്ഞാനം, ഒരുപാട് അറിവോതിലേക്കൊന്നും നമ്മൾ ഇറങ്ങിച്ചെല്ലണ്ട. അതിനായി നമ്മൾ ഒരു സ്റ്റെപ്പ് അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിച്ചും പ്രവർത്തിച്ചും കൊണ്ട് ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ബാക്കി നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കേ അറിയില്ല. ആ ഒരു എനർജി, ഒരു പവർ നമുക്ക് പിന്നിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നിലേക്ക് സമയത്ത് 100 സ്റ്റെപ്പ് നമ്മൾ മുന്നിൽ എത്തിയിട്ടുണ്ടാവും.
അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു കൂടി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്താണെന്നുള്ളത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിൻ്റെ എത്രയോ ഉന്നതിയിൽ ഇന്നത്തെ ഈ ഒരു ഞങ്ങളുടെ തുടക്കം കുറിച്ച് ഈ ഒരു സംഭവം എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. അത് ഞങ്ങളെ കൊണ്ട് തന്നെയല്ല, ഭഗവാന്റെ ഒരു കരുണ മാത്രമല്ല. അത് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ പറഞ്ഞതേപോലെ തന്നെ നമ്മൾ നിബന്ധനത്തിന് വന്ന സമയത്ത് എങ്ങനെ ചെയ്യും, ഏത് ചെയ്യണമെന്നും നമുക്കൊരു തന്നെ. പക്ഷേ അപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലം, ഒരു കൃത്യമായിട്ട് നമുക്ക് അവിടെ ഭഗവാനൊരു സ്വീകരണമുള്ള ഒരു സ്ഥലം എന്ന രീതിക്ക് കൂടി എൻ്റെ മനസ്സിൽ തോന്നിയൊരു സ്ഥലം ഞാൻ എടുത്ത് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ പോവാം. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് പടവുള്ള അവരത്ത് നമുക്ക് അതിൻ്റെ ഒരു ഇത് ചോദിച്ചിട്ട് അവിടെ ചെയ്യാൻ പറ്റില്ല നമുക്കറിയില്ല, എങ്കിലും അവരത്ത് പോയി സംസാരിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ അനുഭവം ഞാൻ അത്രയേരം പറഞ്ഞത് ഇവിടെ വന്ന് ഈ കാര്യം ഒന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഓരോരുത്തരും അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം. കാരണം അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു സഹകരണം, ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രമാത്രം മനസ്സ് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി വന്നു. അതിനുശേഷം നിമഞ്ജനം ചെയ്യാൻ പോകുന്ന ഒരു ഗണപതി ഭഗവാനാണെങ്കിൽ കൂടി ആ ആരതി എല്ലാം ഇവിടുത്തെ തിരുമേനിമാരും അവരെല്ലാം ചെയ്യണം. ആ ഒരു ആരതി എല്ലാം കാണിച്ച് അതിന് ശേഷമാണ് ഈ ഒരു സംഭവം നമുക്ക് നിമഞ്ജനം ചെയ്യാനുള്ളൊരു ആ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അതൊക്കെ തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇതിൻ്റെ. ഇപ്പോൾ ഇതെന്നൊക്കെ അതാണ് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സ് വിചാരിച്ചുകൊണ്ട് ഇതുപോലത്തെ ശുഭകാര്യങ്ങൾ, അതുപോലത്തെ ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നിലേക്ക് വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരും ഇതിലേക്കെതിരേക്ക് നമ്മുടെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളിലും ഇറങ്ങി വരിക. മാത്രമല്ല നമുക്കിപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത് ഈ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ എത്ര ഇതായാലും ശരി, നിങ്ങൾ അറിയുന്ന ആൾക്കാർക്കായാലും ശരി, എന്തായാലും ശരി, നിങ്ങൾ ഇവിടം വരെ വരിക. ഇവിടുത്തെ ഒരു ചൈതന്യം, ഒരു പോസിറ്റീവ് ഇത് ഇവിടെ നമുക്ക് ഇവിടേക്ക് കയറുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനിവിടെ വരണം, വന്ന് നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളായിട്ട് ഒന്ന് ഇടപഴകുന്ന സമയത്ത് അതിന് മനസ്സിലാകുള്ളൂ അത്. അപ്പോൾ അതുകൊണ്ട് അതിനും കൂടി ഞാൻ എല്ലാവരും കൂടി എൻ്റെ മനസ്സിൽ സന്തോഷത്തോടു കൂടെ എല്ലാവരും ക്ഷണിക്കുന്നു. എല്ലാവരും വരണം, ഈ ക്ഷേത്രത്തിൽ വരിക. ക്ഷേത്രത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു സഹകരണം, ഇതൊരു സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കണം, അപ്പോഴേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇവിടുത്തെ എല്ലാവരോടും വളരെ വളരെ മനസ്സിൽ സന്തോഷത്തോടു കൂടെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് അശോക് എന്നാണ്. ഇവിടെ ശരിക്കും ഏതാണെന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് അമ്പഴക്കൂടെ. ഭാര്യ അവർ ചാലക്കുടിയിലാണ്. പിന്നെ മൂത്ത മോളുണ്ട്. മോൾക്ക് ഒരു എഡ്യൂക്കേഷൻ്റെ കാര്യത്തിനായിട്ട് ഇപ്പോൾ ഇൻഡോറിലാണുള്ളത്. രണ്ടാമത്തെ മോള് പഠിക്കുന്നു, മിഷൻ സ്കൂളിലാണ്. ഇത് മൂന്നാമത്തവൻ അവന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സൗഭാഗ്യം ലഭിച്ചാൽ വീണ്ടും സന്തോഷം അറിയിക്കുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന. ഞാൻ ഇത് വന്ന് പിന്നെ അങ്ങനെ ഒഴുക്കുക എന്നൊരു ഇതിലായിരുന്നു. പക്ഷേ വന്നപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. പിന്നെ ഒഴുക്കാൻ നേരത്തായപ്പോഴേക്കും നല്ലോണം മഴ തുടങ്ങി. പിന്നെ ആരതി ഒഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ടാവണേ. വളരെ സന്തോഷമായി. ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടങ്ങിയപ്പോഴൊന്നും ഇത്രയും നന്നായി ചെയ്യാൻ പറ്റുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം സാധിച്ചു. വളരെ പോസിറ്റിവിറ്റി ആയിട്ടായിരുന്നു. കാരണം സാധാരണ ദിവസങ്ങൾ പറഞ്ഞ സമയത്ത് നമുക്ക് അധികം എനർജി ഒന്നും ഉണ്ടാവില്ല. കാരണം രാത്രി മിക്ക സമയങ്ങളിലും എക്സാമൊക്കെ ആയതുകൊണ്ട് ക്ലാസ് കണ്ട് ലേറ്റായി കടന്ന് പിന്നെ രാവിലെ നിൽക്കുന്ന സമയത്ത് തീരെ എനർജി ഒന്നും ഉണ്ടാവില്ല, ക്ഷീണമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു 3 ദിവസം പറയുന്ന സമയത്ത് നല്ലൊരു എനർജിയും പിന്നെ ഒരു പ്രൊട്ടക്ഷൻ മാതിരി തന്നെ. ഇപ്പോൾ സ്കൂളിലേക്ക് പോണ സമയത്തായാലും എല്ലാ സമയത്തും ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു ഈ ഒരു 3 ദിവസങ്ങളിൽ പറയുന്ന സമയത്ത്. പിന്നെ അത് മാത്രമല്ല, എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഒരു ഇതിന് വേണ്ടി നിന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു, വിളക്കുകൊളുത്തി നെയ്തി ഉണ്ടാക്കി വെച്ചു. ചേച്ചിയൊക്കെ പറയുന്ന സമയത്ത് എക്സാം ടൈമിലും നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് ചെയ്തു തന്നു. അപ്പോൾ എല്ലാം നന്നായി ചെയ്തു.